ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ പല വേദികളിലും പല പ്രാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടാറുള്ള ആൾക്കാരാണ് നിങ്ങൾ അറിയാറ് തന്നെ. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് ഫോക്കസ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദി പറഞ്ഞിരുന്ന കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമി അതിൽ താല്പര്യം കാണിക്കുകയും അവർ ആദ്യമായിട്ട് കുടി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹവും ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിൽ ഫോക്കസ് മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ആണ്, ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയുന്നത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും അത് കണ്ടവാനം അതിൽ. അതേമാതിരി തന്നെ നമ്മളെ ലിറിസിസ്റ്റ് വിനായക ശശികുമാർ, അദ്ദേഹം നല്ല വരികൾ, ഞങ്ങൾ എല്ലാവരും മോഹൻ ചുണിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രയോഗത്തിലുള്ള, എനിക്ക് ഞാൻ പറയുന്നത് ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട് ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൻ ബർത്ത്ഡേയും എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും ഇതിൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷർജാൻ ആണെങ്കിലും സൂര്യാണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രചരിപ്പിക്കുക. ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരികയും അതേപോലെ തന്നെ പിക്ചറൈസേഷൻ. ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം. അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് റോസിസ്റ്റ്. ബിക്കോസ് ഇതിന് നേരത്തെ ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എന്റർടൈൻമെന്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻജു എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികളിൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ എന്റർടൈൻമെന്റ് എന്നാൽ കഥയിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് ഞങ്ങളുടെ സോങ്സ് പുറത്തുവിട്ട സമയത്ത് വരെ തന്നെ അത് യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള മീഡിയാസിലൊക്കെ ആണെങ്കിലും അത് 1 മില്യൺ എബോവ് കവറേജ് കിട്ടിയ സോങ്സാണ്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എൻ്റെ പടങ്ങളിൽ ഞാൻ ഫോക്കസ് ഫിലിം സെറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായി തന്നെ അതിൻ്റെ മ്യൂസിക്കും വരാറുണ്ട്. പാട്ടുകൾ ഹിറ്റാവും. വെദർ പിക്ചർ ഈസ് സക്സസ് ഓർ നോട്ട്, എൻ്റെ പാട്ടുകൾ ഇന്നും ഇപ്പോൾ ട്രാൻസ്മിഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 പാട്ടെങ്കിലും ഞാൻ കേൾക്കുക. സോ പീപ്പിൾ ലൈക്സ് ദാറ്റ്. അപ്പം അതേമാതിരി തന്നെയുള്ള ഒരു സോങ്സ് സിറ്റുവേഷൻസ് ആണ് ഇതിലുള്ളത്.
അത് അവര് ആ പാട്ട് കേട്ടിട്ട് ആ സോങ്സ് കേട്ടതിന് ശേഷം മനസ്സിൽ നിറച്ചതിന് ശേഷമാണ് ആ പാട്ട് സീക്വൻസസ് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ടർ അരുൺ ആൻഡ് പ്രമോദ് അവർ ഈ പടം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു തീമുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു സജഷനാണ് ഹ്യൂമർ എലിമെന്റ് നമുക്ക് ഇതിൽ മിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ആംപിൾ ചാൻസസ് ഉണ്ട് ആ സീക്വൻസ് വൈസ്. അങ്ങനെ അവർ പ്രമോദിന് വലിയൊരു താങ്ക്സ്. വേറൊന്നുമല്ല, അരുണും പ്രമോദും കൂടി ഇരുന്ന് രണ്ടാമത്തത് കറക്റ്റ് ചെയ്തു അതിൻ്റെ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ അത് അതേമാതിരി സംഭവിച്ചപ്പോൾ ഈ പടം തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് വിത്ത് മ്യൂസിക്കൽ ഓടുന്ന പല പടങ്ങളിലും തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശാഖയാണ് സിനിമയിലെ പാട്ടുകൾ. പക്ഷെ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 പാട്ടോളം ഉണ്ട് ഈ സിനിമയിൽ. അതിൽ 3 പാട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ കുറേ പടങ്ങൾ റിലീസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പടം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരിക, ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തരിക. വേറൊന്നുമല്ല, ഒരു ചേഞ്ച് ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്ന ചേഞ്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരെയും അത് കണ്ടതിന് ശേഷം നിങ്ങളും സമ്മതിക്കും അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി സ്റ്റോറി ആണ് എന്നുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും ഞാൻ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പടങ്ങൾക്കും, എൻ്റെ ഓരോ പ്രോഡക്ട്സിനും. അത് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും വേണം. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഇതിൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഗുഡ് ഈവനിങ്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ വിത്ത് യുവർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നിരിക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. So it's basically a team effort, and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you. നമസ്കാരം, ഞാൻ പ്രമോദ് മോഹൻ, ഞാനാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൽ കണ്ടുള്ള സിറ്റ്കോം സീരീസുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു പ്രധാന കഥാപാത്രമുണ്ട്, 4 പ്രൊട്ടഗണിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫഷണൽ ഇഷ്യൂസും അത് സോൾവ് ചെയ്യുന്നതും ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് അത് തരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഈക്വൽ ബ്ലെൻഡിലുണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.